ഇന്ന് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമാണ്. മനുഷ്യജീവിതത്തിൻ്റെ അന്തസ്സിനെയും സ്വാതന്ത്ര്യത്തെയും തുല്യതയെയും സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ എല്ലാ വിഭാഗം മനുഷ്യരും ഒത്തുചേരേണ്ടുന്ന ഒരു ദിവസം. ഇന്നും ലോകമെങ്ങും മനുഷ്യൻ്റെ പ്രാഥമിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം ഒരിക്കലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണിത്. മതേതര രാജ്യമായ ഭാരതത്തിൽ ജാതി, മതം, നിറം, ലിംഗം, ഭാഷ, വംശം, കുലം, സമ്പത്ത്, രാഷ്ട്രീയം, പദവി എന്നിങ്ങനെ ഒട്ടനവധി വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുടെ പേരിൽ മനുഷ്യർ വിവേചനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിനിടെ വെള്ളി വെളിച്ചം പോലെ ചില കോടതി ഇടപെടലുകൾ മരുഭൂമിയിലെ കുളിർമഴ പോലെ ആശ്വാസമാകാറുണ്ട്. അത്തരം 2 കോടതി ഇടപെടലുകൾ ഇന്നലെ ഉണ്ടായി. ബൈബിൾ കൊണ്ടു നടക്കുന്നതോ വിതരണം ചെയ്യുന്നതോ മതപ്രഭാഷണം നടത്തുന്നതോ ഉത്തർപ്രദേശിലെ മതപരിവർത്തന നിരോധന നിയമപ്രകാരം കുറ്റകരമായ കാര്യമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നോ ബെഞ്ച് വിധി പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അലഹബാദ് ഹൈക്കോടതി ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറിയ ദളിതർ അവരുടെ ഐഡന്റിറ്റി ക്രൈസ്തവ മതം എന്ന് വെളിപ്പെടുത്തിയില്ലെങ്കിൽ അത് കണ്ടെത്തണമെന്നും അതിന് 4 മാസത്തെ സമയം അനുവദിക്കുകയും ചെയ്തത്. ക്രൈസ്തവർ വർദ്ധിച്ചു വരുന്നു, അല്ലെങ്കിൽ ധാരാളം ദളിതർ ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറുന്നു എന്നുള്ള ഒരു ഭീതിയിൽ നിന്നാണ് അലഹബാദ് ഹൈക്കോടതിയുടെ അത്തരമൊരു വിധി ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അലഹബാദ് കോടതി തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. യു.പിയിൽ കഴിഞ്ഞ ചില നാളുകളായി ബി.ജെ.പിയുടെ ഈ ഭരണത്തിൽ, യോഗി ആദിത്യനാഥിൻ്റെ ഭരണത്തിൽ ക്രൈസ്തവർ വല്ലാത്ത അരക്ഷിതമായ അവസ്ഥയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിരവധി ആരാധനാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു. പലർക്കും പള്ളിയിൽ പോകുവാൻ, ഞായറാഴ്ച ആരാധന നടത്തുവാൻ ഒന്നും സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമാത്രവുമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കയ്യിൽ ബൈബിൾ കൊണ്ടു നടക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ബൈബിൾ ഒരാൾ സ്വകാര്യമായ ഉപയോഗത്തിന് വേണ്ടി കൊണ്ടു നടന്നാൽ പോലും അയാൾ നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്ന പേരിൽ അയാളെ അറസ്റ്റ് ചെയ്യുവാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി ഒരു നിർണായകമായ വിധി പ്രസ്താവത്തിലൂടെ ഇത്തരം മനുഷ്യാവകാശ ധ്വംസനത്തിനെതിരെ ഒരു നിലപാടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ബൈബിൾ വിതരണം ചെയ്യുന്നതും മതപ്രഭാഷണം നടത്തുന്നതും ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന അവകാശമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രലോഭനം അല്ലെങ്കിൽ ബലപ്രയോഗം, വഞ്ചന എന്നിവയിലൂടെ മതം മാറ്റാൻ ശ്രമിച്ചാൽ മാത്രമേ അത് 2021 യു.പി ഗവൺമെന്റ് പാസാക്കിയ നിയമപ്രകാരം കുറ്റകരമാകുകയുള്ളൂ എന്ന് കോടതി വിധി പറഞ്ഞു. മതിയായ തെളിവുകളോ പരാതികളോ ഇല്ലാതെ മതപരിവർത്തന നിരോധന നിയമം ചുമത്തി കേസെടുക്കുന്ന യു.പി പോലീസിന്റെ നടപടിയെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാം കേവൽ പ്രസാദും ഏതാനും പേർ ചേർന്ന് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സുൽത്താൻപൂർ ജില്ലയിലെ ദമാർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 17 തങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കുറ്റാരോപിതരായ ആളുകൾ കോടതിയെ സമീപിച്ചത്. ഉത്തർപ്രദേശിലെ ഏറെ കർക്കശമായ മതപരിവർത്തന നിരോധന നിയമപ്രകാരവും 2023 ഭാരതീയ ന്യായ സംഹിത പ്രകാരവും വിവിധ വകുപ്പുകൾ ചേർത്തായിരുന്നു ഇവർക്കെതിരെ എഫ്ഐആർ ഉണ്ടാക്കിയിരുന്നത്. പ്രതികൾ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ച് ദളിതരെയും പാവപ്പെട്ട സ്ത്രീകളെയും ഒക്കെ വിളിച്ചുകൂട്ടി അവർക്ക് ബൈബിളുകൾ വിതരണം ചെയ്തു എന്നും അവരെ മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചു എന്നും ഒക്കെ ആരോപിച്ചായിരുന്നു മനോജ് കുമാർ സിംഗ് എന്ന് പറയുന്ന ആൾ ഒരു പരാതി നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുകയും എഫ്ഐആർ ഇടുകയും ഒക്കെ ചെയ്തത്. എന്നാൽ ബൈബിളുകളും LED സ്ക്രീനും കൈവശം വെച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഒരാളെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത പോലീസിൻ്റെ നടപടി അതിര് കടന്നതാണെന്നും പ്രലോഭനമോ ബലപ്രയോഗമോ നടന്നതായി തെളിയിക്കാൻ സാധിക്കണമെന്നും കൃത്യമായ തെളിവുകൾ ഉണ്ടായിരിക്കണമെന്നും ജസ്റ്റിസുമാരായ ബബിത റാണി, അബ്ദുൾ മൊയ്ൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി.
കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പരാതിയുമായി ആരും മുന്നോട്ട് വന്നിരുന്നില്ലെന്നും പോലീസ് സ്വയമായി ഇത്തരമൊരു നടപടി സ്വീകരിക്കുകയായിരുന്നുവെന്നും കോടതി കണ്ടെത്തുകയും ചെയ്തു. അത് നിയമത്തിന്റെ ദുരുപയോഗമാണെന്ന് കോടതി വിലയിരുത്തി. രാജേന്ദ്ര ബിഹാരി ലാൽ സ്റ്റേറ്റ് ഓഫ് UP കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച മുൻ ഉത്തരവും ഹൈക്കോടതി വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞ് പരാമർശിച്ചു. പ്രത്യേക നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ പോലീസ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഊഹാപോഹങ്ങളുടെയോ ആരുടെയെങ്കിലും ആരോപണത്തിൻ്റെയോ പേരിൽ മാത്രം ആരെയും അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഹർജിക്കാർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടത്. ഉത്തർപ്രദേശിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നുവെന്ന വ്യാപകമായ ആരോപണങ്ങൾക്കിടെയാണ് അലഹബാദ് കോടതിയുടെ നിർണായകമായ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മതവിശ്വാസം പ്രചരിപ്പിക്കുവാനുള്ള പൗരന്റെ അവകാശം സംരക്ഷിക്കുന്നതാണ് ഈ വിധി എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കോടതി ഇടപെടൽ. രണ്ടാമത്തെ കോടതി ഇടപെടൽ സുപ്രീം കോടതിയുടെ വകയാണ്. വിവാദമായ ഒരു മതപരിവർത്തന നിരോധന നിയമം സംബന്ധിച്ച് രാജസ്ഥാൻ സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഈ വർഷം നിലവിൽ വന്ന രാജസ്ഥാനിലെ മതപരിവർത്തന നിരോധന നിയമത്തിലെ വളരെ കർശനമായ ചില വകുപ്പുകളുടെ ഭരണഘടനാ സാധുതയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ CBCI സമർപ്പിച്ച ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. കോടതിയുടെ പരിഗണനയിലുള്ള സമാന സ്വഭാവമുള്ള മറ്റു പല കേസുകളുണ്ട്. അതിനോട് ചേർത്ത് ഈ കേസും പരിഗണിക്കാനും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ജസ്റ്റിസ് AG മസീഗും അടങ്ങുന്ന ബെഞ്ച് തീരുമാനിക്കുകയായിരുന്നു. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തർപ്രദേശ് തുടങ്ങി 12ഓളം നിയമസഭകൾ പാസാക്കിയതും സമാന സ്വഭാവമുള്ളതുമായ നിയമമാണ് ഇതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ ബോധിപ്പിച്ചതിനെ തുടർന്നാണ് രാജസ്ഥാൻ സ്റ്റേറ്റിന് ഇത് സംബന്ധിച്ചുള്ള അടിയന്തരമായി വിവരങ്ങൾ സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജസ്ഥാനിലെ നിയമത്തിൻ്റെ ഒട്ടുമിക്ക വ്യവസ്ഥകളും സർക്കാരിൻ്റെ അധികാര പരിധിക്ക് പുറത്തുള്ളതും ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിയിൽ CBCI ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിയമവിരുദ്ധ മതപരിവർത്തന കേസ് രജിസ്റ്റർ ചെയ്താൽ കുറ്റാരോപിതരുടെ വീടുകളും മറ്റും കണ്ടുകെട്ടുന്നതും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കുന്നതുമൊക്കെ വ്യവസ്ഥയിലുണ്ട്. ഹർജിയിൽ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ഈ കുറ്റം തെളിയും മുമ്പേ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നു. നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്ത തടവും 50 ലക്ഷം രൂപ പിഴയും ഒക്കെ ഉൾപ്പെടുത്തിയാണ് രാജസ്ഥാനിലെ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതി രാജസ്ഥാൻ സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഏതായാലും പ്രത്യാശയ്ക്ക് വക നൽകിക്കൊണ്ടാണ് ഈ അലഹബാദ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഇനിയും ഇതുപോലെയുള്ള വളരെ സുപ്രധാനമായ പല വിധികൾ അലഹബാദ് കോടതിയിൽ നിന്നും മാത്രമല്ല സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടുത്തെ നിയമ സംഹിത നമുക്ക് നൽകുന്ന അവകാശങ്ങൾ നമ്മുടെ ഭരണകൂടം അതിനെ എത്രമാത്രം തടയുവാൻ ശ്രമിച്ചാലും കോടതികൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ തടസ്സങ്ങളെ മാറ്റിത്തരുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ ഈ മനുഷ്യാവകാശ ദിനത്തിൽ നമുക്കുണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും ശുഭകരമായ കാര്യമാണ്.